എന്ത് കാര്യം നിങ്ങൾ അമ്മയെ കരുതുന്നതിൽ എന്താ കാര്യം? അല്ല അവരുടെ വീട് ഇല്ല. ഞാൻ അവളോട് പറയും വിലക്ക് പറഞ്ഞു വിലക്ക് ഇടി വാരിയെല്ലിൽ വിരൽ വെച്ച് അത്രയും വിരളും വെച്ച് കുത്തി കയറ്റും. എത്ര വാരിയെല്ലുണ്ടാ അത് കൈപ്പോയത്തിൽ ഇടിക്കും, അടിക്കും, പടപട അടിക്കും, ചവിട്ട്. എനിക്ക് അറിഞ്ഞൂടാ. മൂത്രം ഒഴിച്ചു വരെ തലവഴിയെ ഒഴിച്ചു തന്നിട്ടുണ്ട് എത്ര ദിവസം. ഈ ഒരു വീഡിയോ കണ്ടോ നിങ്ങൾ? കൊള്ളാവുന്ന പ്രായത്ത് കഷ്ടപ്പാട് കഴിച്ച് പണിഞ്ഞിട്ട വീട്ടിൽ പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി പോകേണ്ട ഒരവസ്ഥ. കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് സ്വന്തം മക്കൾ താമസിക്കുന്ന വീട്ടിൽ പോകാനായിട്ട് പേടിച്ചിട്ടാണ് ഈ ഒരു അമ്മ പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി പോയിരിക്കുന്നത്. ഒപ്പം ആ നാട്ടുകാരൊക്കെ ഉണ്ട്. ഈ ഒരു അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വന്തം മക്കൾ തന്നെ മൂത്രം ഒഴിച്ച് തലവഴി ഒഴിക്കുന്നു, വെള്ളം കോരി ഒഴിക്കുന്നു, വാരിയലിനിട്ട് ചവിട്ടുന്നു. ഈ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവരെന്താണ്? ഈ പറയുന്ന മക്കളെല്ലാവരും എന്തെങ്കിലും മാനസിക രോഗികളാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സ് അടിച്ചിരിക്കുന്നവരാണ് ഇവരെല്ലാവരും? സ്വന്തം അമ്മയോട് ഈ പറയുന്നവർ മൂത്രം ഒഴിക്കുക, വെള്ളം കോരി ഒഴിക്കുക, വാരിയലിനിട്ട് ഇടിക്കുക. എന്നിട്ട് ആ സ്ത്രീ വന്ന് ആ പോലീസുകാരെ മുമ്പിലൊക്കെ ഇരുന്ന് വീമ്പളക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഒരു കാര്യം പറയാതിരിക്കാനും വയ്യ. എന്തൊക്കെയാണെങ്കിലും ഒരു 10-15 കൊല്ലത്തിന് ശേഷം ഈ സ്ത്രീക്കും ഇതേ പ്രായം വരും. ആ പ്രായത്ത് സ്വന്തം മക്കള് ഈ ഒരമ്മയോട് ഈ ഒരു സ്ത്രീ കാണിച്ചതുപോലെ തന്നെ കാണിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ഒരിറ്റി വെള്ളം കിട്ടാനായിട്ട് യാചിക്കുന്ന ഒരവസ്ഥ വരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നവര്. ആ ഒരു അമ്മയോട് വീട്ടിലെ പട്ടിക്കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹം പോലും അവർ കാണിക്കുന്നില്ല. സ്നേഹം വേണ്ട. അവർ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ സാധനങ്ങൾ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് അവർക്കത് എടുത്തു കൊടുത്തൂടെ? കഷ്ടം തന്നെ. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ താമസിക്കുന്ന വീട്ടിൽ കയറി വന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് പേടിച്ചുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ വരേണ്ട ഒരു സാഹചര്യം